Good morning. Today we can discuss about exercise and heart rate zone. What is exercise? Exercise is a repeated physical activity that are planned and structured for the purpose of conditioning any part of the body. It should be done qualitatively and quantitatively with a specific purpose. What is this exercise? Well, already discussed last class. What is exercise? The repeated physical activity ആണത് അല്ലേ ആൻഡ് പ്ലാൻ സ്ട്രക്ചർ അതിന് പ്ലാൻ ഉണ്ടായിരിക്കും ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും ഫോർ എ പർപ്പസ് ഓഫ് കണ്ടീഷനിങ് എനി പാർട്ട് ഓഫ് ദ ബോഡി ഇതിൻ്റെ പർപ്പസ് ഒക്കെ എന്തായിരുന്നു ചിലപ്പം ചില പാർട്ടുകൾ ഓരോ പാർട്ട് ചിലപ്പോൾ ശരീരത്തിന് കയ്യോ അല്ലെങ്കിൽ ശരീരത്തിന് കാലോ കണ്ടീഷൻ ചെയ്യാനുള്ള പർപ്പസ് ആയിരിക്കും ഓരോ എക്സസൈസ് ഉണ്ടായിരിക്കുക അത് ഒരു പ്ലാനഡ് ആയിരിക്കും സ്ട്രക്ചർ ആയിരിക്കും. It should be done qualitatively and quantitatively with a specific purpose. പ്രത്യേക പർപ്പസിന് വേണ്ടി ചിലപ്പോൾ ക്വാളിറ്റി കൂടുതലുണ്ടായിരിക്കും, ചിലപ്പോൾ ക്വാളിറ്റി കുറവുണ്ടായിരിക്കും, ചിലപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലുണ്ടായിരിക്കും, ക്വാണ്ടിറ്റി കുറവുണ്ട്. ഫോർ എക്സാമ്പിൾ ക്വാളിറ്റേറ്റീവ്ലി എന്ന് പറഞ്ഞാൽ ഒരു ബെഞ്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരു 10 കിലോ ഒരു വെയിറ്റ് ഇട്ടിട്ട് ബെഞ്ച് കിടന്നിട്ട് വെയിറ്റ് അടിക്കുകയാണ് കൂടുതലിട്ടിട്ട് അതിനെ ചിലർക്ക് ഒരു 30-50 കിലോ ഇട്ടാൽ അത് ക്വാളിറ്റി ആണെന്ന് പറയാൻ പറ്റും. അതിൽ അയാൾ തന്നെ ഒരു 10 കിലോ ഇട്ടതിന് ക്വാളിറ്റി കുറവാണ്. ക്വാണ്ടിറ്റേറ്റീവിൽ ചിലർക്ക് ഇത് ചെയ്യുന്നത് ഈ വെയിറ്റ് ഇട്ട് ട്രെയിൻ ചെയ്യുന്നത് 10 കിലോ ഇട്ടിട്ട് 50 ചെയ്യുകയാണെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവിലാണ്. ഇപ്പോൾ 100 കിലോ ഇട്ടിട്ട് 50 കിലോ ഇട്ടിട്ട് 10 ചെയ്യുകയാണെങ്കിൽ ക്വാണ്ടിറ്റി കുറവാണ്. അത് ഓരോ സ്പെസിഫിക് പർപ്പസിനനുസരിച്ച് ഇത് ക്വാളിറ്റേറ്റീവിലും ക്വാണ്ടിറ്റേറ്റീവ് വ്യത്യാസം ഉണ്ടായിരിക്കും. അതാണ് എക്സസൈസ്. വാട്ട് ഈസ് ഹാർട്ട് റേറ്റ്? വാട്ട് ഇൻ അതർ വേർഡ്സ് we can use pulse rate. Is the speed of the heartbeat measured by the number of contraction of the heart per minute. അല്ലേ ഹാർട്ട് ബീറ്റ് ആണ്, ഒരു മിനിറ്റിൽ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ സ്പീഡിനെയാണ് ഹാർട്ട് റേറ്റ് അഥവാ പൾസ് റേറ്റ് എന്ന് പറയുന്നത്. The heart rate can be vary according to the body's physical needs. Heart rate can be vary according to the body's physical needs. Physical ആവശ്യങ്ങൾക്കനുസരിച്ച് ഹാർട്ട് റേറ്റ് വ്യത്യാസപ്പെട്ടിരിക്കും. While observing the heart rate, one can easily assess the impact of exercise program. ഒരു എക്സസൈസ് പ്രോഗ്രാമിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എങ്ങനെ അസസ് ചെയ്യാൻ പറ്റും? നമ്മൾ ഹാർട്ട് റേറ്റ് ഒബ്സർവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. സ്പ്രിൻറ്റിങ് ഫാസ്റ്റ് റണ്ണിങ് ഹാർട്ട് റേറ്റ് വിൽ ബി വാരി ആസ് കമ്പയർഡ് ടു ജോഗിങ് സ്ലോ റണ്ണിങ്. ജോഗിങ് ഡിസ്കസ് ചെയ്താണ് എന്താണ് ഒരു ജോഗിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഹാർട്ട് റേറ്റ് എന്തുണ്ടാവും ഒരു 140 അല്ലെങ്കിൽ 120 മുതൽ 160 വരെ ഉണ്ടാവും. ജോഗിങ് ചെയ്യുന്ന ആൾക്ക് ഹാർട്ട് റേറ്റ് കണ്ടിന്യൂസ് മെത്തേഡ് റണ്ണിങ് ആണല്ലേ. അപ്പോൾ 100 മീറ്റർ ഓടുന്ന ആൾക്കാർക്ക് ഓടിക്കഴിഞ്ഞ് ഹാർട്ട് റേറ്റ് 200, 250, 200 ഒക്കെ ഉണ്ടാവും ഹാർട്ട് റേറ്റ് ഒരു മിനിറ്റിൽ. ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ പ്രൊവോക്ക് ചേഞ്ച് ഇൻ ഹാർട്ട് റേറ്റ്. ആക്ടിവിറ്റി എന്തുണ്ടാവും പ്രൊവോക്ക് ചെയ്യും എന്ത് ചേഞ്ച് ഹാർട്ട് റേറ്റിനെ ചേഞ്ച് ചെയ്യാൻ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ഫിസിക്കൽ എക്സസൈസ്, സ്ലീപ്പ്, ആൻസൈറ്റി, സ്ട്രെസ്, ഇൽനെസ്, ഇൻജക്ഷൻ ഓഫ് ഡ്രഗ്സ്. ഫിസിക്കൽ എക്സസൈസ് ഉണ്ടാകുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടും, സ്ലീപ്പിൽ ഹാർട്ട് റേറ്റ് കുറയും, ആൻസൈറ്റി ഉണ്ടാകുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടും, സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടും, ഇൽനെസ് ഉണ്ടാകുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടും. ഇൻജക്ഷൻ ഓഫ് ഡ്രഗ്സ് കഴിക്കുമ്പോൾ ചില ഡ്രഗ്സിന് ഹാർട്ട് റേറ്റ് കുറയും, ചില ഡ്രഗ്സിന് ഹാർട്ട് റേറ്റ് കൂടും. Calculation of target heart rate. What is target heart rate? Target heart rate is generally expressed as a percentage of your maximum safe heart rate. സേഫ് ഹാർട്ട് റേറ്റിൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് എൻ്റെ ടാർഗറ്റ് ഹാർട്ട് റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. യൂഷ്വലി ബിറ്റ്വീൻ 50% ആൻഡ് 85%. 50%, 85% അടുക്കാണ് ഇത് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. മാക്സിമം റേറ്റ് ഈസ് ബേസ്ഡ് ഓൺ യുവർ ഏജ്. അപ്പോൾ എൻ്റെ മാക്സിമം റേറ്റ് ഹാർട്ട് റേറ്റ് എന്ത് ബേസ് ചെയ്യുന്നത് ഏജിനനുസരിച്ചിട്ടാണ് അല്ലേ. ഇപ്പോൾ സബ്ട്രാക്ട് ഫ്രം 220. സോ ഫോർ 20 years old നിങ്ങൾ പ്രായമുള്ള ഒരാളാണെങ്കിൽ 220 - 20 = 200. That is maximum heart rate അല്ലേ. ഇത് ഫോർമാറ്റ് THR = MHR - RHR into IP plus RHR. What is THR stands for? THR stands for target heart rate. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്യാണ്. യൂഷ്വലി ബിറ്റ്വീൻ 50% ആൻഡ് 85%.
അതാണ് കാൽക്കുലേഷൻ. RHR റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ഓഫ് അഡൾട്ട് 72 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഇത് അക്കോർഡിംഗ് ടു പേഴ്സൺസ് ഇത് മേ വാരി. അതായത് ഇപ്പോൾ നല്ലൊരു അത്ലറ്റുകളായിരുന്നു, നല്ല ടോപ്പ് അത്ലറ്റൊക്കെ ആണെങ്കിൽ 40-50-50 ഇടയിലുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് രാവിലെ എണീറ്റിട്ടൊന്ന് നടന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുക. നിങ്ങളെ തം ഫിംഗറിൻ്റെ നേരെ അടിയിൽ നിങ്ങളുടെ റിസ്റ്റ് ഉണ്ടല്ലോ, തം ഫിംഗർ നേരെ വരുന്ന റിസ്റ്റിൽ നിങ്ങൾ മറ്റേ കയ്യിൻ്റെ തം ഫിംഗർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ റേഡിയൽ ബോണിൻ്റെ മേലുള്ള വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഹാർട്ട് ബീറ്റ് കിട്ടും. അത് നിങ്ങൾ 1 മിനിറ്റ് എണ്ണിക്കഴിഞ്ഞാൽ അതാണ് നിങ്ങളെ ഹാർട്ട് റേറ്റ്. പക്ഷേ നിങ്ങൾ എണ്ണേണ്ടത് കറക്റ്റ് ഒരു 30 മിനിറ്റ് ഒരു 10 മിനിറ്റ് മുതൽ 30 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് എണ്ണിക്കഴിഞ്ഞാൽ ഞങ്ങളെ കറക്റ്റ് ഹാർട്ട് ബീറ്റ് കിട്ടും. അത് ആളുകൾക്കൊക്കെ ഫിറ്റ്നസ് ഉള്ള ആളുകൾക്ക് ഹാർട്ട് ബീറ്റ് കുറഞ്ഞിരിക്കും, ഫിറ്റ്നസ് കുറഞ്ഞ ആൾക്കാർക്ക് ഹാർട്ട് ബീറ്റ് കൂടിയിരിക്കും. MHR മാക്സിമം ഹാർട്ട് റേറ്റ് നേരത്തെ ഡിസ്കസ് ചെയ്ത് 220 മൈനസ് ഏജ്. അത് നിങ്ങളെ ഏജാണ് 20, ഏജ് കൂടുന്നതനുസരിച്ച് 40 അങ്ങനെ കൂടി വരും. ഇപ്പോൾ ഇൻറ്റൻസിറ്റി പെർസെൻറ്റേജ് ഇത് 0.5 to 50 to 0.85. For example, find out that THR target heart rate. 30 years old athlete has resting heart rate of 70 അല്ലേ. അപ്പം 70 ഒരു എക്സാമ്പിളാണ് ഇതിപ്പോൾ. ഈ കാൽക്കുലേഷനിൽ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഫോർമാൽ ഫോർ THR അത് ഡിസ്കസ് ചെയ്താണ് MHR. ഇഫ് ഇറ്റ് ഈസ് 50%, ഇപ്പോൾ ഈ ഫോർമുല അതിൽ ഈ ഫോർമുലയ്ക്ക് നമ്മളെ വാല്യൂസ് ഇത് ചെയ്താണ്. ഇപ്പോൾ THR 100 ബീറ്റ്സ് പെർ മിനിറ്റ് കിട്ടും. ഇഫ് ഇറ്റ് ഈസ് 85 THR 172 ബീറ്റ്സ് പെർ മിനിറ്റ്. THR ടാർഗറ്റ് ഹാർട്ട് റേറ്റ് ഈ വ്യക്തിക്ക് ഇൻഡിവിജ്വലിന് 130 to 172 ബീറ്റ്സ് പെർ മിനിറ്റ്. അപ്പോൾ നിങ്ങളെ എന്ത് ചെയ്യുക, നിങ്ങളെ പ്രായം ഒക്കെ വെച്ചിട്ട് നിങ്ങളെ ഹാർട്ട് ബീറ്റ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഫോർമുല കണക്ക് കൂട്ടി നോക്കുക. നിങ്ങളുടെ ടാർഗറ്റഡ് ഹാർട്ട് റേറ്റ് എന്താണെന്ന് കണ്ടെത്താൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ്, basal metabolic rate. Basal metabolic rate is the minimum calorie requirement of sustained life at rest in day. ഒരു ദിവസത്തിൽ നിങ്ങൾ റെസ്റ്റ് എത്തിയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതം നിലനിർത്തിക്കൊണ്ടാകും വരുന്ന മിനിമം കലോറിയുടെ മിനിമം ആവശ്യത്തിനാണ് ആദ്യമാണ് basal metabolic rate. Basal metabolic rate is number of calories required to keep your body function at rest. നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എത്ര കലോറിയാണോ ആവശ്യമില്ല അതാണ് basal metabolic rate പറയുന്നത്. ഇത് എനർജി റിക്വയർഡ് ഫോർ ഫങ്ഷനിങ് വൈറ്റൽ ഓർഗൻ ലൈക്ക് ഹാർട്ട്, ലങ്സ്, സ്കിന്നിനും കിഡ്നിയും ലങ്സും ഹാർട്ടൊക്കെ ഇൻറ്റേർണൽ ഓർഗൻ, അതായത് വൈറ്റൽ ഓർഗൻ വർക്ക് ചെയ്യാൻ വേണ്ട എനർജി, അതായത് എനർജീൻ്റെ ഒരു സ്കെയിലാണ് ഇതാണ് കലോറി പറയുന്നത് അല്ലേ. ആ എനർജിയുടെ അളവിനെയാണ് basal metabolic rate എന്ന് പറയുന്നത്. basal metabolic rate is calculated by oxygen uptake. ഓക്സിജൻ വലിക്കുന്നത് നമ്മൾ എത്രമാത്രം ഇൻടേക്ക് ചെയ്യുന്നത് അതിനാണ് basal metabolic കാൽക്കുലേറ്റ് ചെയ്യുന്നത്. basal metabolic rate is determined by genetic and environmental factors. Genetic and environmental factors ആണ് basal metabolic റേറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. Factors determining BMR basal metabolic rate എന്തൊക്കെയാണ്? ഹെറിഡിറ്ററി, അത് ഒരാൾക്കൊക്കെ ഹെറിഡിറ്ററി പാരമ്പര്യമായിട്ട് കിട്ടുന്നതല്ല, പാരമ്പര്യമായിട്ട് കിട്ടും. ചിലർക്ക് basal metabolic rate കൂടുതലുണ്ടായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. സെക്സ് ആണിനും പെണ്ണിനും വ്യത്യാസമുണ്ട്, ആണിന് കൂടും പെണ്ണിനും കുറയും. ബോഡി ടെമ്പറേച്ചർ ഒരാൾക്കും വേറെ അസുഖം ഉണ്ടാകുമ്പോൾ ബോഡി ടെമ്പറേച്ചർ കൂടും. സാധാരണ 35 ഡിഗ്രി ആണല്ലേ, 37 ഡിഗ്രി ആണല്ലേ. അത് 37 ഡിഗ്രി അതിൽ ബോഡീൻ്റെ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ 37 ഡിഗ്രി. അപ്പം അസുഖങ്ങൾ വരുമ്പോൾ കൂടും, അപ്പം BMR basal metabolic rate കൂടും. എക്സ്റ്റേണൽ ടെമ്പറേച്ചർ, അത് പുറത്തുള്ള തണുപ്പിനും ചൂടിനനുസരിച്ച് basal metabolic rate കൂടും. ചൂടുള്ള കാലത്ത് റേറ്റ് ഇത് കൂടും, തണുപ്പുള്ള കാലത്ത് basal metabolic rate കുറയും. തണുപ്പുള്ള കാലത്താണോ ചൂടുള്ള കാലത്താണോ എനർജി അനുഭവപ്പെടുക? നിങ്ങൾക്ക് ഏതാണ്? തണുപ്പാണ് ചൂടാണ്? തണുപ്പുള്ള കാലത്താണ് എനർജി അനുഭവപ്പെടുക. ഫാറ്റ് പെർസെൻറ്റേജ്, ബോഡിയിൽ ഫാറ്റ് പെർസെൻറ്റേജ് കൂടുന്നതനുസരിച്ച് basal metabolic rate കൂടും.
ആക്ടിവിറ്റി കൂടുന്നതനുസരിച്ച് ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടും. ഡയറ്റ് എങ്ങനെയാണോ നമ്മൾ കഴിക്കുന്നത് അതിനനുസരിച്ചുണ്ടാവും. കൂടുതൽ കഴിച്ചാൽ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടും, കുറഞ്ഞാൽ ബേസൽ മെറ്റബോളിക് റേറ്റ് കുറയും. മെൻ്റൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് നല്ല ഫിറ്റ്നസ് ഉള്ള ആൾക്കാർക്ക് ബേസൽ മെറ്റബോളിക് റേറ്റ് കുറയും. മെൻ്റൽ കണ്ടീഷൻ അത്രക്ക് ഫിറ്റ് അല്ലെങ്കിൽ കൂടാൻ ബോഡി വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടും. കറക്റ്റ് പോസ്റ്റർ ഡിഫോമിറ്റീസ് ഉള്ള ആളുകൾക്ക് ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടും. കറക്റ്റ് പോസ്റ്ററാണ് ബേസൽ മെറ്റബോളിക് റേറ്റും. ഏജിൻ്റെ വ്യത്യാസം അനുസരിച്ച് ബേസൽ മെറ്റബോളിക് കൂടുകയും കുറയുകയും ചെയ്യും. ഓക്കെ, കാൽക്കുലേറ്റിംഗ് BMR. ഫസ്റ്റ് വൺ ഇൻഡയറക്റ്റ് കലോറിമെട്രി. ലാബ് ടെസ്റ്റാണ്. അത് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് കാൽക്കുലേറ്റ് BMR നമുക്ക് കണ്ടുപിടിക്കാം. ഇക്വേഷൻ മെത്തേഡ് ഉണ്ട്. ഹാസ് ബെൻഡിക്റ്റ് ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് BMR 1918 കണ്ടുപിടിച്ചു. ആൻഡ് ഇറ്റ് റിവൈസ്ഡ് ബൈ മിഫ്ലിൻ ആൻഡ് സെന്റ് ജിയോർ ഇൻ 1990 കണ്ടിട്ടുണ്ട്. ഈ നിങ്ങൾ എന്ത് ചെയ്യും, മെന്നും വുമണ്ണും ഒരു ഫോർമുല തന്നിട്ടുണ്ട്. ആ ഫോർമുല നിങ്ങൾ അപ്ലൈ ചെയ്യുക. അത് നിങ്ങളെ വെയിറ്റ് എടുക്കുക, വെയിറ്റിൻ്റെ ഹൈറ്റ് എടുത്തിട്ട് ഈ ഫോർമുല വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ഈ സെഷൻ്റെ ബേസൽ മെറ്റബോളിക് റേറ്റ്, എക്സസൈസ് ഓൺ ഹാർട്ട് റേറ്റ്, ഇതൊക്കെ പിന്നെ ടാർഗറ്റ് ഹാർട്ട് റേറ്റ്, ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ.